നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഒരുപാട് മാധ്യമങ്ങൾക്ക് PR വർക്കിൻ്റെ ഭാഗമായി ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതായത് തനിക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് പോയിരുന്നു കൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അതിൽ നമുക്കറിയാവുന്ന പോലെ സർക്കുലർ എക്കണോമി അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ നമ്മളെല്ലാവരും അത് കേട്ടുകൊണ്ടിരുന്നു. സർക്കുലർ എക്കണോമി എന്ന് പറയുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, എന്താണ് സർക്കുലർ എക്കണോമി എന്ന് പറയുന്നതിനെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ ഒരുപക്ഷെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയിലേക്ക് പോയത്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് പോലും അങ്ങനെ ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴെല്ലാം വി ഡി സതീശൻ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ആകപ്പാടെ പെട്ടുകിടക്കുകയാണ്, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള ഒരു വേർഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവ് കേരളത്തിൽ മൊത്തത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പം കേരളം എന്തുകൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന സാമ്പത്തികമായി തകർന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന 10 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന ഇടത് സർക്കാരിൻ്റെ ക്രമവിരുദ്ധമായ സാമ്പത്തിക നയങ്ങളെ തുടർന്നിട്ടാണ് നമ്മുടെ സംസ്ഥാനം ആ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയത്. ഇതിനൊരു ചാനൽ ഇൻ്റർവ്യൂവിനിടയിൽ അദ്ദേഹം പറയുന്നത്, കടം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൂട്ട ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു കുടുംബം പോലെയാണ് ശരിക്കും ഈ പറയുന്ന സംസ്ഥാന സർക്കാർ, നമ്മുടെ കേരളം. അപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് കേരളം ഏകദേശം 4-4.5 ലക്ഷം കോടി രൂപ കടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വരുത്തി തീർക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. പെൻഷനുകളായി, അതോടൊപ്പം തന്നെ ശമ്പളമായി, അവരുടെ ആനുകൂല്യങ്ങളായി, അങ്ങനെ തുടങ്ങി നിരവധി രീതിയിൽ ഇവിടെ ആനുകൂല്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിനെല്ലാം പണം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. തന്നെയുമല്ല, നമ്മളിവിടെ കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്മുടെ വികസന ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ 10 വർഷം. നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള പാലങ്ങൾ, കെട്ടിടങ്ങൾ, വീടുകൾ, തോടുകൾ, അങ്ങനെ തുടങ്ങി നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, ഒരു നാടിൻ്റെ വികസനത്തിന് നാന്ദി കുറിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ വേണമോ അതെല്ലാം ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് കഠിനമായി പരിശ്രമിച്ചു എന്നുള്ളത് വേറൊരു വസ്തുതയായി അവശേഷിക്കുന്നു. പിന്നെ അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരേണ്ടിയിരിക്കുന്ന പല കേന്ദ്ര വിഹിതങ്ങളും അതിൻ്റെ 1% പോലും നമ്മുടെ സംസ്ഥാനത്തിന് നൽകുവാൻ ഫെഡറൽ സംവിധാനം എന്നുള്ള നിലയിൽ അരിഞ്ഞ് പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മളെ നികുതിയുടെ കാര്യത്തിലാണെങ്കിലും, നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും നമുക്ക് കിട്ടേണ്ട നമ്മുടെ ഓഹരി നമുക്ക് നൽകാതെ നമ്മളെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാരും കൂടി മാറി നമ്മളെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിയ സാഹചര്യത്തിൽ നമ്മൾ ആകെ പെട്ടുപോയി എന്ന് പറയുന്നതാണ് വസ്തുത. എന്നാൽ കടം എന്ന് പറയുന്ന ഒരു വസ്തുത കൊണ്ട് നമ്മളെ ആളോഹരി വിഹിതത്തിൽ നമ്മളെ ആകപ്പാടെ പെടുത്തിക്കളയുന്ന ഒരു അവസ്ഥ ഈ പിണറായി വിജയൻ വരുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് കടമില്ലാത്ത തരത്തിലേക്ക് ഈ പറയുന്ന ഇവിടെ ഉണ്ടാകുന്ന പണം ഇവിടെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലൊരു പുതിയ സംവിധാനം കൊണ്ടുവരാൻ പോകുന്നു എന്ന രീതിയിൽ ഇവിടെ ഒരു പുതിയ സാമ്പത്തിക വിപ്ലവത്തിന് നാന്ദി കുറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ യുഗ പിറവിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി കടമെടുപ്പിനെ ഏറ്റവും അധികം കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുന്നത്, വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രി കടമെടുക്കാതെ ഉള്ള പണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം AK ആന്റണിയെ കാണാൻ ചെല്ലുമ്പോൾ AK ആന്റണി ജനങ്ങൾക്ക് നൽകിയ ഗംഭീരമായ ഒരു ഉപദേശമുണ്ട്. അതായത് നമ്മൾ മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കാൻ പഠിക്കണം. ജനപ്രിയമായ പ്രഖ്യാപനങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ ആരും പ്രതീക്ഷിക്കരുത്. നമ്മുടെ സംസ്ഥാനം ആകെ പാപ്പരായി കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ അതായത് AK ആന്റണി 2001 അധികാരമൊഴിയുന്ന സമയത്ത് കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അതിൻ്റെ 10 ഇരട്ടി ദുരിതത്തിൽ കഴിയുകയാണ് നമ്മുടെ സംസ്ഥാനം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും ഇനി നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു AK ആന്റണി ചെയ്തത്. എന്നാൽ വി ഡി സതീശൻ എന്താ ചെയ്തത്? ആദ്യം ഓണറേറിയം പ്രഖ്യാപിക്കുന്നു, 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുന്നു. ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, ഇതിനു മുമ്പ് അവർ നൽകിയൊരു വാഗ്ദാനമാണ് ഈ സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന ഒരു പദ്ധതി. അപ്പോൾ ഇതിനുവേണ്ടി പ്രതിമാസം 120 കോടി രൂപയോളം സംസ്ഥാനത്തിന് KSRTCക്ക് നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നുള്ളതാണ്.
അപ്പം ഇനി കടമെടുപ്പ് നടത്തിയിട്ടുണ്ടോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിലേറുന്നതിന് തൊട്ട് മുൻപ്, അതായത് മെയ് മാസം 12-ന് കേരളം 2800 കോടി രൂപ കടമെടുത്തതായി പറയപ്പെടുന്നു. അപ്പം പിന്നീടോ 7 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ഏകദേശം 400 കോടി രൂപയും 11 വർഷ കാലാവധിയിൽ 1000 കോടി രൂപയും 16 വർഷ കാലാവധിയിൽ 1400 കോടി രൂപയുമാണ് സമാഹരിച്ചത്. അതായത് നമ്മുടെ ഈ വർഷം, അതായത് അധികാരത്തിൽ കയറുന്നതിന് തൊട്ട് മുൻപ് UDF സർക്കാർ അല്ലെങ്കിൽ VD സതീശൻ എടുത്തിരിക്കുന്ന കടമാണ് ഇത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ശമ്പളം, പെൻഷൻ, അതോടൊപ്പം തന്നെ മറ്റുള്ള ചെലവുകൾ, അതോടൊപ്പം ഈ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി മന്ത്രിമന്ദിരങ്ങൾ, ക്ലിഫ് ഹൗസിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ടുമൊക്കെ മെയ് ഈ പറയുന്ന പോലെ പണം എടുത്തിരുന്നു. ഈ പറയുന്ന 26-ാം തീയതിയോടുകൂടി വീണ്ടും ഒരു കടമെടുപ്പ് നടക്കുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ കടമെടുപ്പ് നടക്കുന്നത് വെച്ചാൽ, റിസർവ് ബാങ്കിൻ്റെ ഈ കുബേർ എന്ന് പറയുന്ന സംവിധാനം വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് ഈ രീതിയിലുള്ള കടമെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നേരത്തെ തന്നെ ഈ കടമെടുപ്പ് പരിധിയിലൊക്കെ കേന്ദ്രം ഒരു ചെറിയ കടുംവിട്ടൊക്കെ നടത്തിയത് കൊണ്ട് ആ രീതിയിൽ സംസ്ഥാന സർക്കാരിന് വലിയൊരു പിടി വീണിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ ഏകദേശം 2800 പ്ലസ് 400 അങ്ങനെ 1000 1400 എന്നുള്ള കണക്കിൽ ഈ നടപ്പ് സാമ്പത്തിക വർഷം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം ഏകദേശം 4600 കോടി രൂപയായി വർദ്ധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും നമുക്ക് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും കടമെടുക്കേണ്ടതിനെ കുറിച്ച് പറയും. ഏകദേശം 23,000 കോടിയാണ് ഓരോ വർഷവും നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കടമെടുപ്പ് പരിധി. അപ്പോൾ ഈ പറയുന്ന പോലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇക്കുറി 4700 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതുവരെ 4600 കോടി രൂപയോളം എത്തി. ഇനി ഒരു 100 കോടി രൂപ കൂടി നമുക്ക് കടമെടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇവിടുത്തെ GSDP എന്ന് പറയുന്നത് ഏകദേശം 16.29 ലക്ഷം കോടി രൂപയായി വർദ്ധിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നുള്ളതാണ്. പിന്നെ കിഫ്ബിയുടെ കാര്യം, അങ്ങനെ തുടങ്ങി നിരവധിയായ കാരണങ്ങൾ. ഇനി ഇതൊക്കെ വരികയെന്ന് വെച്ചാൽ ഇപ്പോൾ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി തന്നെ 1070 കോടി രൂപ കഴിഞ്ഞ ദിവസം തന്നെ ക്ഷേമ പെൻഷന് വേണ്ടി മാത്രം അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ പെൻഷൻ 3000 എന്നുള്ള കണക്കിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സാമ്പത്തിക ബാധ്യത വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടി 1680 കോടി രൂപ ഓരോ മാസവും സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരത്തെ സൗജന്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സൗജന്യ യാത്ര ഏകദേശം 112 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് അധികപ്പറ്റ് കണ്ടെത്തേണ്ടി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ക്ഷേമ പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, കാര്യം ഇതെല്ലാം വാഗ്ദാനം മാത്രമാണ്. അപ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളിലൂടെ മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ നിലവിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന് ഏതൊക്കെ വഴിയിൽ പണം കണ്ടെത്തുമെന്നതിനെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ഒരിക്കലും കടമെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കടത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്നും കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയിൽ കേരളത്തിൻ്റെ സംസ്ഥാനത്തിന് ഇടതുപക്ഷം കടക്കണിയിലാക്കി നമ്മളെ തള്ളി വിട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വന്ന VD സതീശൻ്റെ സർക്കാർ ചെയ്യുന്ന എന്താ? തുടക്കം മുതൽ തന്നെ അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ കടമെടുപ്പ് തുടങ്ങിക്കൊണ്ടാണ്. ഈ നടപ്പ് സാമ്പത്തിക വർഷം നമ്മൾ മാർച്ച് മാസത്തിൽ ആരംഭിച്ച ഈ വർഷം തന്നെ ഏകദേശം 4600 കോടി രൂപയുടെ കടമെടുപ്പ് വർധനവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ പറയുന്നതല്ലല്ലോ ചെയ്തു കാണിക്കുന്നത് എന്നൊരു കാര്യം നമുക്ക് ചോദിക്കാനുണ്ട്. സത്യത്തിൽ നമ്മളൊക്കെ ഈ പറയുന്ന പോലെ പൊട്ടനാട്ടം കാണുന്ന പോലെ വോട്ട് ചെയ്തു എന്ന് മാത്രം മിച്ചം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.